ഈ മണ്ണിൽ ഒരുമിച്ച് ജീവിച്ചവരാണ്. ഒരുപോലെ ഒരേ ദുഃഖങ്ങൾ, ഒരേ സങ്കടങ്ങൾ, ഒരേ സ്നേഹങ്ങൾ പങ്കുവച്ചവരാണ്. ഞാൻ മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല, മനുഷ്യന് വേണ്ടി സംസാരിക്കുക. എന്റെ അമ്മമ്മയും എന്റെ തൊട്ടയൽപക്കത്തുള്ള അയച്ചുമുത്തയും ഒരേ പ്രായക്കാരായിരുന്നു. ഞാൻ അമ്മമ്മയെ വിളിച്ചതുപോലെ വല്യുമ്മ, എന്റെ കുഞ്ഞാണി, സുഹൃത്ത് കുഞ്ഞാണി അയച്ചുമത്തെ വിളിക്കുന്നത് കേട്ട് വല്യുമ്മ എന്നാണ് അയച്ചുമത്തെ വിളിച്ചിരുന്നത്. തൊട്ടടുത്ത വീടുകളായിരുന്നു. അയച്ചുമത്തയുടെ മകൾ ബീവി ഉമ്മയും എന്റെ അമ്മയും സമപ്രായക്കാരായിരുന്നു. ബീവി ഉമ്മയുടെ മകൻ ഞാൻ കുഞ്ഞാണി എന്ന് വിളിച്ചിരുന്ന പരീക്കുട്ടിയും ഞാനും സമപ്രായക്കാരാണ്. പരീക്കുട്ടിയെ ജനതാ മാപ്പിള സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ചെന്നപ്പോൾ മാപ്പിള സ്കൂളിന്റെ ഹെഡ്മാഷ് ബാലമാഷ് ചോദിച്ചു എത്ര വയസ്സായി. ബീവിമ്മ പറഞ്ഞു വയസ്സിന്റെ കണക്കൊന്നും ഒക്കെ അറിയില്ല, ഞാൻ പെറ്റത് രാവിലെയാണ്, അമ്മമ്മ പെറ്റത് വൈകുന്നേരമാണ്, വയസ്സിന്റെ കണക്കൊക്കെ അമ്മമ്മയുടെ കയ്യിലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്റെ അമ്മയോട് ചോദിച്ചിട്ടാണ് വയസ്സറിഞ്ഞ് കുഞ്ഞാണിയെ ചേർത്തത്. ഒരു റമലാൻ മാസക്കാലത്ത് കുഞ്ഞാണി വന്ന് അവന്റെ കൈ എന്റെ മൂക്കിന്റെ മുമ്പിൽ നിന്ന് മണപ്പിച്ചു. നല്ല പ്രലോഭനീയമായൊരു മണം, എന്റെ വീട്ടിലില്ലാത്തൊരു മണമാണ് ഭക്ഷണത്തിന്റെ. അത് ഇറച്ചിയും പത്തിരിയും തിന്നിട്ടാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്റെ വീട്ടിൽ ഈ സാധനം ഒന്നും കൊണ്ടുവരില്ല. എന്റെ മുത്തച്ഛൻ നമ്പൂതിരിയാണ്, ഞാൻ നമ്പൂരിയല്ല. അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു ആ കാലത്ത്. സംബന്ധ വ്യവസ്ഥ എന്നൊരു അസംബന്ധം ഉണ്ടായതിന്റെ ഒരു ഫലമാണ് ഞാൻ നമ്പൂരിയല്ല, മുത്തച്ഛൻ നമ്പൂരിയാണ്. നമ്പൂരിക്ക് സംബന്ധമുള്ള വീടായതുകൊണ്ട് എന്റെ വീട്ടിൽ മത്സ്യമാംസാദികളൊന്നും കൊണ്ടുവരില്ല. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു കുഞ്ഞാണി എന്ന ഇറച്ചിയും പത്തിരിയും എനിക്ക് തിന്നണം. എനിക്ക് 6 വയസ്സായിട്ടുള്ളൂ. എന്റെ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി, ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ബഹളം. എന്തായാലും ഈ ബഹളം എങ്ങനെയോ അയച്ചുമുത്ത കേട്ടറിഞ്ഞു. ഒരു സന്ധ്യയ്ക്ക് നോമ്പുതറ കഴിഞ്ഞപ്പോൾ കാണാൻ അയച്ചുമുത്ത ഈ തട്ടം കൊണ്ടൊരു കുണ്ടമ്പിഞ്ഞാണി മറച്ചു പിടിച്ച് വൈകുന്നേരം വടുക്കോർത്ത് ഒന്നിങ്ങനെ വിളിക്കുന്നുണ്ട്, കല്യാണിയമ്മേ കല്യാണിയമ്മേ എന്ന് വിളിക്കും. ഇപ്പൊ ചെന്നപ്പോ പറഞ്ഞു നിങ്ങൾ തിന്നണ്ടാന്നു, ആ കുട്ടികൾക്ക് കൊടുത്തോളി, അതുകൊണ്ടൊന്നും ഉണ്ടാവാൻ പോലില്ല. അങ്ങനെ ഒരു കുണ്ടമ്പിഞ്ഞാണിയിൽ അയച്ചുമുത്ത കൊടുത്ത ഇറച്ചിയും പത്തിരിയാണ്. മത്സ്യമാംസാദികൾ കൈകൊണ്ട് തൊടാത്ത എന്റെ അമ്മമ്മ അത് വാങ്ങി ഞങ്ങൾക്ക് വിളമ്പി തന്നു. ആഴ്ചമുത്ത വിഷം തന്നാലും മക്കൾക്ക് വിളമ്പിക്കൊടുക്കാമെന്ന് എന്റെ അമ്മമ്മയ്ക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്നതാണ് ഞാൻ. അങ്ങനെ എന്റെ ആഴ്ചമുത്ത അമ്മമ്മയ്ക്ക് കൊടുത്ത അമ്മമ്മ വിളമ്പി തന്ന ഇറച്ചിയും പത്തിരിയും തിന്ന് വളർന്നവനാണ് ഞാൻ. വല്യുമ്മ തന്ന ആ ഭക്ഷണം എന്റെ നെഞ്ചിലുണ്ട്. അന്നത് പോത്തിറച്ചിയായിരുന്നു, കോഴിയിറച്ചിയൊന്നും അങ്ങനെ സുലഭമായിട്ട് കിട്ടാത്ത കാലാണ്. അന്ന് ചിക്കൻ സ്റ്റാളൊന്നുമില്ല, അപൂർവമായിട്ടൊക്കെ കോഴി ഇറക്കുള്ളൂ. വല്ല വിശേഷപ്പെട്ട വിരുന്നുകാർ വന്നാലാണ് കോഴി ഇറക്കുക. അത് വീട്ടിലെ വളർത്തുകോഴിയാണ് ഇറക്കുക. അതിന് പഞ്ചായത്ത് മുഴുവൻ സ്വാഗത സംഘം ഉണ്ടാക്കി നാട്ടിൽ മുഴുവൻ ഓടിച്ചിട്ട് വേണം കോഴി ഇറക്കാൻ. ഒരു വീട്ടിൽ കോഴി ഇറത്താൽ ആ പഞ്ചായത്തിന് മുഴുവൻ വിവരം അറിയും. ആ കാലത്ത് ഒന്നാന്തരം പോത്തിറച്ചി തിന്നിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, BJP ഗവൺമെന്റ് ബീഫ് നിരോധിച്ചപ്പോൾ ഈ രാജ്യത്ത് BJP അല്ല, RSS അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടർ നിരോധിച്ചാലും എന്നെ ബീഫ് നിരോധിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അത് തന്നെ ഞാൻ ആവർത്തിക്കുന്നു. ഈ രാജ്യത്ത് RSS അല്ല, BJP അല്ല, അമിത്ഷാ അല്ല, മോദിയല്ല, ആര് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നാലും എന്നെ അത് ബാധിക്കുകയില്ല. ജലീൽ ഭായിയുടെ തോളിലിട്ട കൈ ഞാൻ എടുക്കുകയില്ല. നമ്മൾ ഒരുമിച്ച് പോരാടും. ഒരുമിച്ച് മരിച്ചു വീണാലും നാം ഈ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയല്ല. നമ്മൾ ജീവിച്ചതിനേക്കാൾ സമാധാനവും ശാന്തിയും സൗഹൃദവുമുള്ള ലോകത്ത് നമ്മുടെ മക്കൾ വളർന്നു വരണം. സിറിയൻ ആഭ്യന്തര കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കായ ആളുകളിൽ നിന്ന് ഒരു കടപ്പുറത്ത് വന്നടിഞ്ഞ ആ ചെറിയ കുഞ്ഞിന്റെ നിർജീവമായ ജഡം എന്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞും പലായനങ്ങളുടെ പേരിൽ കൊല ചെയ്യപ്പെടാത്തൊരു നാടിനു വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പോരാടും. നമ്മൾ അതിജീവിക്കും. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അഭിവാദ്യം.